പ്രൈമറി സ്കൂളിൽ പഠിച്ച രണ്ട് സുഹൃത്തുക്കൾ ഇപ്പോഴും സുഹൃത്തുക്കളായിട്ട് രണ്ടല്ല വേറെയും ഉണ്ട് എങ്കിലും. ശരി ശരി. അപ്പോൾ ആ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ എന്തായാലും ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഓക്കെ. ഇവർ രണ്ടുപേരാണ് ബാലേട്ടൻ്റെ സ്കൂൾ മേറ്റ്സ് അല്ലേ? ഇതിലാരാണ് സോമനാഥ്? ഞാൻ സോമനാഥ്. ഞാൻ രവീന്ദ്രൻ. ഞാനും ബാലകൃഷ്ണനുമായിട്ട് 1ാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസ അവസാനം വരെ ആണോ? ശരി ശരി. സ്കൂൾ ഓഫ് ആർട്സിൽ ബാലകൃഷ്ണൻ പഠിക്കുമ്പോഴാണ് ഞാൻ യൂണിവേഴ്സിറ്റി കളയിൽ ഞാൻ SLC തോറ്റ് പുള്ളി കളയിൽ പോയി. ഞാൻ നേരെ സ്കൂൾ അതുവരെ പിന്നെ 1ാം ക്ലാസ് മുതൽ 5 വയസ്സ് മുതൽ സൗഹൃദം തുടങ്ങി. ശരി ശരി. അപ്പോൾ എങ്ങനെയായിരുന്നു ബാലേട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോൾ? ഭയങ്കര പഠിക്കുമ്പോഴത്തേക്ക് കുരുത്തക്കേടേ ഉള്ളു കയ്യിൽ. ഇപ്പോഴത്തെ അതേ സ്വഭാവം തന്നെ. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ വട്ടവള ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് റോഡേ ഞങ്ങൾക്ക് സ്കൂളിൽ വരാം. നമ്മൾ റോഡേ പോകാറില്ല. നേരെ താഴെ കരിക്കാറൻകുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കുളമുണ്ട്. അവിടെ ആമ്പൽ പൂ പറിച്ച് അവിടെ നിന്ന് വേണമെങ്കിൽ ആമ്പൽ പുഴുതു കൊണ്ടുവന്ന് അടുത്ത കുളത്തിൽ അതിനടുത്ത് വേറൊരു കുളം കൂടെയുണ്ട്. നനഞ്ഞു കുതിർന്നാണ് സ്കൂളിൽ ചെല്ലുന്നത്. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ ടീച്ചേഴ്സിന് വലിയ വാത്സല്യമായിരുന്നു. വന്ന് ബാലേട്ടൻ ചിത്രകലയിലാണല്ലോ പിന്നീട് പഠിക്കാൻ. അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഹൈസ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ചെന്നതിന് ശേഷം ആണ് വരയ്ക്കാനൊക്കെ. ശരി ശരി. ഹൈസ്കൂള് കഴിഞ്ഞ് പിന്നെ ബാലകൃഷ്ണൻ ഇവിടെ സ്കൂൾ ഓഫ് ആർട്സിൽ പോയപ്പോൾ ഞങ്ങൾ കോളേജിൽ പോയിട്ട് പിന്നീട് ഞാൻ ഒരു വർഷം MG കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ പോകുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ പോകുമ്പോഴത്തേക്ക് അടുത്തടുത്താണ്. മിക്കവാറും ഒരു ബസ്സിലാണ് പോകുന്നതും വരുന്നതും ഒക്കെ. ഒരുപാട് വർഷം കഴിക്കുമായിരുന്നു. എങ്ങനെയാണ്? അത് ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒരാളാണ്. ഒരു അമ്മ ഇങ്ങനെ വാരിക്കോരി തരുമായിരുന്നു. അതെല്ലാം കഴിക്കുക. അന്നൊന്നും പിന്നെ പ്രശ്നമില്ല. പിന്നെ ഈ സ്കൂൾ ഓഫ് ആർട്സിൽ പഠിക്കുന്ന വീരകേരള ജിങ്കാന എന്ന് പറഞ്ഞൊരു വഞ്ചിയൂരൊരു ജിങ്കാന ഉണ്ടായിരുന്നു. അവിടെ പോവുമായിരുന്നു. അവിടെ നാരായണൻ നായർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ടർ ഉണ്ട്. അദ്ദേഹമാണ് മോഹൻലാലിനെ കുസ്തി പഠിപ്പിച്ചത് പിൽക്കാലത്ത്. ഞാൻ കുസ്തി പഠിച്ചിട്ടുണ്ട്. ഋഷികേശവദാസ് എന്ന് പറഞ്ഞ. അപ്പൊ രണ്ട് പ്രഗത്ഭരുടെ ഗുരുവായിരുന്നു അദ്ദേഹം. പുള്ളി എന്റെ ബന്ധുവാണ്, അമ്മാവിന്റെ മോനാണ്. പിന്നെ അന്ന് ഈ അന്നത്തെ വിദ്യാഭ്യാസവും ഇന്നത്തുമായിട്ട് വളരെ വ്യത്യാസങ്ങളുണ്ട്. പഴയ കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസം അധ്യാപകരെയൊക്കെ വളരെ ഭയമായിരുന്നു. ഇന്ന് അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ഭയം. അഞ്ജല സാറ് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് അടിക്കുന്നത്. ഹെഡ് മാസ്റ്റർ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ 1ാം ക്ലാസ്സിലൊക്കെ ഉള്ളത് നമ്മൾ അറിയാതെ തന്നെ അങ്ങനത്തെ ഭയപ്പാടൊന്നും. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം ഈ സമാഗമത്തിലേക്ക് വന്നതിൽ.